ഹലോ വെൽക്കം ടു ലേണിനോ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CCTV യെ കുറിച്ചാണ്. CCTV എന്ന് പറയുന്നത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണ്. ദാറ്റ് ഈസ് ഒരു ടേം ആണ് ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ സിസ്റ്റം. ഇന്ന് എല്ലാവരുടെയും സെക്യൂരിറ്റി സെറ്റപ്പ് ആയിട്ട് നമ്മൾ CCTV യൂസ് ചെയ്യുന്നതാണ് എല്ലാ ഏരിയയിലും. അപ്പൊ നമുക്കറിയാം അതൊരു റെക്കോർഡിംഗ് മോണിറ്ററിംഗ് സിസ്റ്റം ആണ് വരുന്നത്. അതിനകത്ത് ക്യാമറാസ് ഉണ്ട്, റെക്കോർഡ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്, അത് മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. അതിന്റെ ഒരു സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പുറത്തേക്ക് കാണുന്നത് ഈ ഒരു ക്യാമറ മാത്രമാണ് അല്ലെ. അപ്പോൾ ക്യാമറ അതിന് കണക്ട് ചെയ്യാനുള്ള സ്വിച്ചസ് ഉണ്ടാവും, ദെൻ അതിന്റെ റെക്കോർഡ് ചെയ്യാനുള്ള റെക്കോർഡേഴ്സ് ഉണ്ടാവും, അത് ഡിഫറെന്റ് ടൈപ്പിൽ വരുന്നുണ്ട്. പിന്നെ ഇത് കൺട്രോൾ ചെയ്യാനുള്ള PC ഉണ്ടാവും, പിന്നെ വിഷ്വൽസ് കാണാൻ അതും നമ്മൾ പലവിടെയും കാണുന്നതാണ് അല്ലെ. ഇപ്പൊ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ചിലയിടത്തൊക്കെ നമുക്ക് അതൊരു സ്ക്രീനിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോണിറ്റർ ഉണ്ടാവും. അതാണ് ഇതിന്റെ ഒരു സിമ്പിൾ സെറ്റപ്പ്. അപ്പൊ നമുക്ക് ഇതിൽ അറിയേണ്ടത് എന്തൊക്കെയാണ്, ഇതിലുള്ള ഓരോ കമ്പോണൻസ് എങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിംഗ് വരുന്നത്, ഓരോന്നിലും എന്തൊക്കെ ടൈപ്സ് ആണ് വരുന്നത്, എന്തൊക്കെ ടൈപ്സ് ഓഫ് ക്യാമറ ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് ഓഫ് റെക്കോർഡേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് CCTVയുടെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്യാമറ. നമുക്ക് ആദ്യം ഒരു ക്യാമറ ഉണ്ടാവും, കാരണം ഈ ഒരു ക്യാമറയാണ് ഇതിൽ നമുക്ക് ആ ഒരു വീഡിയോ ഫുട്ടേജ് ക്യാപ്ചർ ചെയ്യുന്നത് നമ്മളുടെ ക്യാമറയാണ്. ഓക്കെ, അപ്പൊ ഇത് അനലോഗ് ടൈപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ IP ബേസ്ഡ് ക്യാമറാസും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീഡിയോ ട്രാൻസ്മിഷൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാവും. അപ്പൊ അതിൽ നമുക്ക് അനലോഗ് ട്രാൻസ്മിഷനും പോസിബിൾ ആണ്. ദാറ്റ് ഈസ് കോയാക്ഷ്യൽ കേബിൾസ് യൂസ് ചെയ്തിട്ടുള്ള അനലോഗ് ട്രാൻസ്മിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ ഉണ്ട്. ദാറ്റ് ഈസ് എതർനെറ്റ് കേബിൾ അല്ലെങ്കിൽ ഇപ്പൊ IP ക്യാമറയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റെക്കോർഡർ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പിലാണുള്ളത്. അതായത് അനലോഗ് സിസ്റ്റത്തിനും IP ബേസ്ഡ് സിസ്റ്റത്തിനും ഡിഫറെന്റ് റെക്കോർഡേഴ്സ് ആണ്. അനലോഗ് സിസ്റ്റത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡേഴ്സ് അല്ലെങ്കിൽ DVR എന്ന് പറയും, DVR ആണ് യൂസ് ചെയ്യുക. അതേസമയം നമ്മൾ IP ബേസ്ഡ് സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നെറ്റ്വർക്ക് വീഡിയോ റീഡർ NVR ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ബേസിക് ഡിഫറൻസ്. ഇനി എന്താണ്, നമ്മൾ ഇതുപോലെ ഈ ക്യാപ്ചർ ചെയ്യുന്ന ആ വീഡിയോ ഫുട്ടേജ് ഇത് സ്റ്റോർ ചെയ്യണം അല്ലെ. അപ്പൊ ഇത് സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് ഡിവൈസസ് നമുക്ക് ഹാർഡ് ഡ്രൈവ്സ് ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ക്ലൗഡ് സ്റ്റോറേജ്, അത് റിമോട്ട് ആക്സസിൽ അല്ലെങ്കിൽ നമ്മളെ ഇന്റേണൽ എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ്സിൽ, അല്ലെങ്കിൽ നമുക്ക് റിമോട്ട് ആക്സസിനുള്ള ക്ലൗഡ് സ്റ്റോറേജ്, പല രീതിയിലായിരിക്കും ഈ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്നത്. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യാൻ ഇപ്പൊ ക്യാമറയ്ക്ക്, റെക്കോർഡിംഗ് ഡിവൈസസിന് എല്ലാത്തിനുള്ള പവർ സപ്ലൈ വേണം. പിന്നെ മോണിറ്ററിംഗ് ആൻഡ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഡിസ്പ്ലേ ലൈവ് കാണുന്നതുണ്ട്, റെക്കോർഡഡ് വീഡിയോ ഫുട്ടേജ് രണ്ടും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്ത്, ഇപ്പൊ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഇപ്പൊ റിമോട്ട് ഏരിയയിലൊക്കെ ഉള്ള ഒരു വീടാണ്, അപ്പൊ അവിടെ ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ അവിടെ ക്യാമറ വെച്ചിട്ട് ഓരോ സമയത്തുള്ളത് നമുക്ക് ലൈവായിട്ട് മൊബൈൽ ഫോണിൽ കാണാനുള്ള സംവിധാനങ്ങൾ വരെ ഇന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിലോ സ്മാർട്ട് ഫോണിലോ ടാബ്ലറ്റിലോ ഒക്കെ നമുക്ക് ലൈവായിട്ടും റെക്കോർഡഡ് ആയിട്ടും ഇത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഓക്കെ, വീഡിയോ ഫീഡ് സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെയുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാവും. പിന്നെ നെറ്റ്വർക്ക് ഉണ്ടാവും, IP സിസ്റ്റം, റൗട്ടർ, സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്ന, അതായത് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യണ്ടേ. ക്യാമറയിൽ നിന്നുള്ളത് അത് റെക്കോർഡ് ചെയ്യുന്നു, അത് മോണിറ്ററിലേക്ക് പോകുന്നു, ആ ഒരു സിസ്റ്റത്തിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് CCTVയുടെ കമ്പോണൻസിൽ വരുന്നത്. ഇനി ഇത് നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ക്യാമറ അല്ലെ. ക്യാമറ എന്ന് പറയുന്നതാണ് CCTV സിസ്റ്റത്തിന്റെ ഒരു കോർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ വീഡിയോ ഫുട്ടേജ് ക്യാപ്ചർ ചെയ്യാനുള്ള ക്യാമറ. ഇത് പലതരത്തിലുള്ള ക്യാമറ ഉണ്ട്, ലൈക്ക് ബുള്ളറ്റ് ക്യാമറ, ഡോം ക്യാമറ, ഹിഡൻ ക്യാമറ, ഇൻഫ്രാറെഡ്, ബോക്സ്, ഔട്ട്ഡോർ, PT സെറ്റ്, വയർലെസ്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസും ആപ്ലിക്കേഷൻസും വരുന്നുണ്ട്. അതായത് ലൈക്ക് ഇപ്പോൾ നമ്മൾ ഇൻഡോർ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു ക്യാമറ, ഔട്ട്ഡോറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു ക്യാമറ, നൈറ്റ് വ്യൂവില് കിട്ടാനായിട്ടുള്ള ക്യാമറാസ് ഉണ്ട്. പിന്നെ ചില നമ്മുടെ സർവൈലൻസ് ഏരിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ക്യാമറാസ് വരുന്നുണ്ട്. പിന്നെ ടിൽറ്റ്, സൂം ഒക്കെ ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ക്യാമറാസ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ലോങ് ഡിസ്റ്റൻസ് വ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ക്യാമറ. അങ്ങനെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ടും ഉള്ള ആണ് മെയിൻ ആയിട്ട് ഈ ടൈപ്പ്. നമ്മൾ യൂസ് ചെയ്യുന്ന എൻവയോൺമെന്റിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഓരോ ക്യാമറാസ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഡോം ക്യാമറ ആണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇൻഡോർ സർവൈലൻസിന് വേണ്ടിയിട്ടാണ് ഡോം ക്യാമറ യൂസ് ചെയ്യുക. ബുള്ളറ്റ് ക്യാമറാസ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിക്കൽ ക്യാമറയാണ്. അത് ഔട്ട്ഡോർ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് വ്യൂവിങ്ങിനാണ് കൂടുതലായിട്ടും ബുള്ളറ്റ് ക്യാമറാസ് യൂസ് ചെയ്യുന്നത്. പിന്നെ PT സെറ്റ് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് റിമോട്ട്
നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ടിൽറ്റ് ചെയ്യാനോ മൂവ് അപ്പ് മൂവ് ഡൗൺ സൂം ചെയ്യാനൊക്കെ പറ്റുന്ന ക്യാമറ ഉണ്ട്. ദാറ്റ് ഈസ് PTZ ക്യാമറ. IP ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ക്യാമറാസ് ആണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ കൂടുതൽ ഹൈ റെസൊല്യൂഷൻ ഒക്കെ വരുന്ന ക്യാമറയാണ്. പിന്നെ സി മൗണ്ട് ക്യാമറ ഉണ്ട്. അതിന് നമുക്ക് ഇതിന്റെ ലെൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സർവൈലൻസ് ഏരിയ അനുസരിച്ചിട്ട് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി വരുന്ന ക്യാമറയാണ്. പിന്നെ വയർലെസ് ക്യാമറ, കേബിൾസ് യൂസ് ചെയ്യാതെ വരുന്ന ക്യാമറാസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഓരോ ടൈപ്പ് ഓഫ് ക്യാമറയും അതിന്റെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് കമ്പോണന്റ് നമ്മൾ പറഞ്ഞത് റെക്കോർഡർ അല്ലെ. രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറും ഉണ്ട്, നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡറും ഉണ്ട്. അപ്പൊ DVR എന്ന് പറയുന്നത് നമ്മൾ അനലോഗ് CCTV സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. NVR എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമുക്ക് IP ബേസ്ഡ് സിസ്റ്റത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സ്റ്റോറേജ്, ഇപ്പൊ നമ്മൾ വീഡിയോ റെക്കോർഡിങ്സ്, അതേപോലെ തന്നെ ആൻഡ് ഇറ്റ് അലോ ഫോർ പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫുട്ടേജ് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള റെക്കോർഡേഴ്സ് ആണ്. ഇനി നമുക്ക് ഇതിൽ DVR കുറച്ച് ടൈപ്സ് നോക്കാം. ഓക്കെ, DVR തന്നെ അഗെയിൻ നമുക്ക് എംബഡഡ് DVR ഉണ്ട്, PC ബേസ്ഡ് DVR ഉണ്ട്, ഹൈബ്രിഡ് DVR ഉണ്ട്, ക്ലൗഡ് DVR ഉണ്ട്. എംബഡഡ് DVR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എസ്പെഷ്യലി നമുക്ക് അത് സർവൈലൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ ഉണ്ടാവും. അത് കുറച്ചുകൂടെ അധികം ഹാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഫീച്ചർ ചെയ്തിട്ടുള്ള കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ് ഈ എംബഡഡ് DVR എന്ന് പറയുന്നത്. പിന്നെ നമ്മള് പേഴ്സണൽ കമ്പ്യൂട്ടറുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് PC ബേസ്ഡ് DVR എന്ന് പറയുന്നത്. കുറച്ചുകൂടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റോറേജ് കപ്പാസിറ്റിയും കൂടെ കുറച്ച് കൂടുതലുള്ളതാണ് PC ബേസ്ഡ് DVR. പിന്നെ ഹൈബ്രിഡ് DVR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൈബ്രിഡ് എന്നുള്ള വാക്കെന്ന് തന്നെ നമുക്കറിയാം. അതായത് അത് അനലോഗും അതേപോലെ തന്നെ IP ക്യാമറ രണ്ട് ഇൻപുട്ടിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് DVRs ആണ് ഹൈബ്രിഡ് DVR എന്ന് പറയുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ ക്യാമറ ടൈപ്സ്, ഇപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ പലതരത്തിലുള്ള ക്യാമറാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നുള്ള കിട്ടുന്ന ഫുട്ടേജ് എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഹൈബ്രിഡ് DVRs നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്ലൗഡ് DVRs ആണ്. ഇത് DVR സർവീസ് പ്രൊവൈഡ് ഓവർ ദ ഇന്റർനെറ്റ് ഓഫൺ അസോസിയേറ്റിംഗ് വിത്ത് സ്ട്രീമിംഗ് ഡിവൈസസ് ആൻഡ് ഇറ്റ് അലൗസ് റിമോട്ട് ആക്സസ് ടു റെക്കോർഡഡ് ഫുട്ടേജ്. ക്ലൗഡ് വഴി നമുക്ക് ഈ പറഞ്ഞ പോലെ ഫുട്ടേജസ് റെക്കോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ക്ലൗഡ് DVR. അതിൽ നമുക്ക് അപ്പൊ എന്താ ആവശ്യം ഉണ്ടാവില്ല, ലോക്കൽ സ്റ്റോറേജ് ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് DVRs വരുന്നത്. നെക്സ്റ്റ് ഇതിൽ വരുന്ന കേബിൾ കണക്ടേഴ്സ് ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, കോയാക്ഷ്യൽ കേബിൾ, എതർനെറ്റ് കേബിൾ, പവർ കേബിൾ, PoE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഓവർ എതർനെറ്റ് എന്ന് പറയുന്ന ഇതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ PoE കേബിൾസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവറും ഒപ്പം തന്നെ ഡാറ്റയും സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്യാമറ. കുറച്ചുകൂടി നമുക്ക് ഈ വയറിംഗ് സിംപ്ലിഫൈ ചെയ്യാം. ഇപ്പൊ നമുക്ക് പവറിന് വേണ്ടി ഒരു വയറ്, പിന്നെ ഡാറ്റയ്ക്ക് വേണ്ടി വേറൊരു കേബിള്. അപ്പൊ അങ്ങനെ രണ്ട് കേബിൾസ് ഉപയോഗിക്കാതെ ഒരു സിംഗിൾ കേബിൾ വഴി തന്നെ നമുക്ക് പവറും സപ്ലൈ ചെയ്യാം, ഡാറ്റയും സപ്ലൈ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ പവർ ഓവർ എതർനെറ്റ് എന്ന് പറയുന്ന PoE കേബിൾസ് പറയുന്നത്. പിന്നെ BNC കേബിൾസ് വരുന്നുണ്ട്, അനലോഗ് CCTV സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന കേബിൾ ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് കേബിൾ ആൻഡ് കണക്ടേഴ്സ് വരുന്നത്. പിന്നെ മോണിറ്റർ ആണ്. മോണിറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. മോണിറ്റർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള സ്ക്രീൻ ആണ്. നമ്മൾ ഈ ഒരു നമ്മുടെ ഫുട്ടേജ് നമുക്ക് കാണാനുള്ള ഒരു സ്ക്രീൻ ആണ് മോണിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് പലതരത്തിലുള്ള മോണിറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എഗെയിൻ നമുക്ക് സ്റ്റോറേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഹാർഡ് ഡ്രൈവ് അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ്. ഹാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം സ്റ്റോറേജ് ഡിവൈസ് ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അതിന്റെ ബാക്കപ്പ് സൊല്യൂഷൻസും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്ലൗഡ് സ്റ്റോറേജ്. പിന്നെ പവർ സപ്ലൈ യൂണിറ്റ് ഉണ്ടാവും. പവർ സപ്ലൈ യൂണിറ്റ് നമുക്ക് എപ്പോഴും CCTV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ ഇന്ററപ്ഷൻ വരാൻ പാടില്ലാത്ത ഒരു എക്യുപ്മെന്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർവൈലൻസ് ആണ്. അപ്പൊ പവർ പോയി കഴിഞ്ഞാൽ പിന്നെ അത് വെക്കുന്നത് കൊണ്ട് യാതൊരു യൂസും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പവർ സപ്ലൈ യൂണിറ്റ് നമുക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള പവർ സപ്ലൈ യൂണിറ്റ് ആണ് യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ UPS ബാക്കപ്പ് കാര്യങ്ങളൊക്കെ, ബാക്കപ്പ് പവർ സൊല്യൂഷൻ എപ്പോഴും നമുക്ക് CCTV-യിൽ ആവശ്യമാണ്. പിന്നെ ഇതിൽ നമുക്ക് CCTV സോഫ്റ്റ്വെയർ, അതായത് നമുക്ക് ലൈക്ക് ഇത് മാനേജ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ, കോൺഫിഗർ ചെയ്യാൻ, അതേപോലെ തന്നെ അതിനെ മോണിറ്റർ ചെയ്യാൻ, വീഡിയോ പ്ലേ ബാക്ക് കാര്യങ്ങൾക്കൊക്കെ എന്തുണ്ടാവും, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. പിന്നെ മൗണ്ടിങ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ CCTV നമ്മൾ കണക്ട് ചെയ്യുന്ന, അതിനെ യൂസ് ചെയ്യുന്ന ഹൗസിംഗ് എൻക്ലോഷേഴ്സ്, മൗണ്ട്സ്, ബ്രാക്കറ്റ്സ്, അതിനെയാണ് അത് പറയുന്നത്. നമ്മൾ കാണുമല്ലോ, നമ്മൾ ആ കാണുന്ന ക്യാമറ അവിടെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും. പിന്നെ റിമോട്ട് ആക്സസ് ആൻഡ് കൺട്രോൾ, അതായത് വിച്ച് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ
നമ്മളിപ്പോ നമ്മള് വീട്ടിലില്ല അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലില്ല, അപ്പൊ നമ്മൾ അവിടെ CCTV വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് റിമോട്ട് ആക്സസ് എവിടെ ഇരുന്നുകൊണ്ടും ആർക്കും വേണമെങ്കിൽ ഇത് മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ അലേർട്സ് റിസീവ് ചെയ്യാനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ അതിലുണ്ടാവും. പിന്നെ ഇതിന്റെ ഒരു ബാക്കപ്പ് സിസ്റ്റം, അത് ജസ്റ്റ് സ്റ്റോറേജ് പോലെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അഡീഷണൽ ഹാർഡ് ഡ്രൈവ്സോ ക്ലൗഡ് സ്റ്റോറേജ് ഒക്കെ വഴി നമുക്ക് ഇതിന്റെ ബാക്കപ്പും ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് CCTV സിസ്റ്റത്തിൽ വരുന്ന കമ്പോണൻസും അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. താങ്ക് യു.